First question from page 88. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈന് വരച്ചിട്ട് അതിന് 2:3 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യണം. 2:3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ റേഷ്യോ 2 + 3 5 ആണ് എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ലൈൻ ലെങ്ത്തിനെ 5 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ട് 2 പാർട്ടാണ്. ഈ 2:3 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 പാർട്ടിനെയാണ്. ഈ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 8 സെൻറ്റിമീറ്ററിനെ 5 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ള അതിൽ 3 പാർട്ടാണ് സെക്കൻഡ് സൈഡായിട്ട് വരുന്നത്. അപ്പോൾ ഈ ലെങ്ത് എത്രയാണ്? 2 റേഷ്യോ വരുന്ന ഈ ലെങ്ത് എത്രയാണ്? 3 റേഷ്യോ ആയിട്ട് വരുന്ന ഈ ലെങ്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ലെങ്ത് 8 ആണ്, ടോട്ടൽ റേഷ്യോ 5 ആണ്. 2 + 3 5 ആണ്. അപ്പോൾ 2 റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെങ്ത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 × 2 16 ഡിവൈഡഡ് ബൈ 5. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 16/5 3 15 10 3.2 എന്ന് കിട്ടിയിട്ടുണ്ട്. സെയിം മെത്തേഡ് യൂസ് ചെയ്താൽ റേഷ്യോ 3യുടെ ലെങ്ത്തും കിട്ടും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ടോട്ടൽ ലെങ്ത്ത് 8 ആണ്, അതിനെ ടോട്ടൽ റേഷ്യോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 8 × 3 24 ഡിവൈഡഡ് ബൈ 5. 24/5 ചെയ്താൽ 420 റിമൈൻഡർ 40 പോയിൻ്റ് കൊടുത്തു 8 എന്ന് പറഞ്ഞാൽ 4.8 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 3.2 എന്ന് പറയുന്നത് റേഷ്യോ 2നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 4.8 എന്ന് പറഞ്ഞാൽ റേഷ്യോ 3നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് വേണമെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈ ടോട്ടൽ 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിനെ 2:3 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം. കാരണം 3.2 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കെയിലിൽ മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. സപ്പോസ് ഈ 3.2ക്ക് പകരം 3 നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 3.222 എന്നിങ്ങനെയൊക്കെ ആണെങ്കിൽ, അതേ സമയത്ത് 4.8ന് പകരം 4.888 ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഡിവിഷൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്നുണ്ടെങ്കിൽ സ്കെയിലിൽ 3.2222 ഇങ്ങനെയൊക്കെ എടുക്കുന്നത്, മെഷർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരിക്കലും ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ടോട്ടൽ 8 സെൻറ്റിമീറ്റർ വരുന്ന ലെങ്ത്ത് വരുന്ന ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത്. ആ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ടും ചെയ്യുന്നത്. ശരിക്കും ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. നമുക്കിങ്ങനെ 3.2 ആയതുകൊണ്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാമെങ്കിലും നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ടോട്ടൽ 8 സെൻറ്റിമീറ്റർ വരച്ചിട്ട് അതിൽ സ്കെയിലിൽ ഒരു പോയിൻ്റ് ഇവിടെ വെച്ചിട്ട് 3.2 മെഷർ ചെയ്തിട്ട് ഇവിടെ എത്രയാണ് വേണ്ടത്? 4.8 ആണ് വേണ്ടത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല ഈ ക്വസ്റ്റ്യനിൽ അവർ ഉദ്ദേശിക്കുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ കോംപ്ലക്സ് ആയിട്ട് വരുന്ന ഡിവിഷൻസ് മെഷർമെൻറ്റ്സ് മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മെത്തേഡിൽ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്, ശരിക്കും ശ്രദ്ധിക്കുക. ഫസ്റ്റ്ലി 8 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു ലൈൻ വരയ്ക്കുക. ഇതുപോലെ ഒരു ലൈൻ വരച്ചു. 8 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത്. സ്കെയിൽ യൂസ് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഓക്കെ, ലൈന് വരച്ചപ്പോൾ സ്കെയിലിൽ 8 സെൻറ്റിമീറ്റർ ലെങ്ത്ത് എടുക്കണം. അതൊരിക്കലും മാറിപ്പോകരുത്. ആക്യുറേറ്റ് 8 സെൻറ്റിമീറ്റർ തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നെയിം ചെയ്യണം. എ ബി എന്ന് 2 എൻ പോയിൻറ്റ്സിനെ നെയിം ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത്
പോയിൻ്റ് എയിൽ നിന്ന് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരക്കാം, ഇങ്ങനെ വരക്കാം, ഏത് ആംഗിൾ വേണമെങ്കിലും എടുത്തിട്ട് വരക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് എ ബി ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു എ ബി ലൈൻ സെഗ്മെൻറ്റ് വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എ സി എന്നുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. ഈ ലൈൻ സെഗ്മെൻറ്റ് വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആംഗിൾ ഏത് വേണമെങ്കിലും വരക്കാം, പക്ഷേ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. എ സി എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. എന്തുകൊണ്ടാണ് 5 സെൻറ്റിമീറ്റർ എടുക്കുന്നത്? ഇവിടെ 8 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാൻ കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇവിടെ 5 സെൻറ്റിമീറ്റർ എടുക്കുന്നത്? 5 സെൻറ്റിമീറ്റർ എടുക്കുന്നത് റേഷ്യോസ് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. 2 + 3 ആഡ് ചെയ്തപ്പോൾ 5 എന്നാണ് കിട്ടുന്നത്. 2 + 3 5 ആയതുകൊണ്ടാണ് എ സിയുടെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ടോട്ടൽ 5 സെൻറ്റിമീറ്ററിനെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇടുക. ഓക്കെ, 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞൊരു ഡോട്ട് ഇട്ടു. ഡോട്ട് എടുത്തിട്ട് ആ പോയിൻറ്റിനെ ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ താഴെ ഭാഗത്തേക്ക് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും ലെങ്ത്ത്, ടോപ്പ് സൈഡിലേക്ക് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും ലെങ്ത്ത്, കാരണം ടോട്ടൽ 5 ആണല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പോയിൻ്റ് സി, പോയിൻ്റ് ബി, ഈ 2 പോയിൻറ്റ്സും തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, പോയിൻ്റ് സിയും പോയിൻ്റ് ബിയും തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബി സി എന്നുള്ള ലൈനിന് പാരലലായിട്ട് പോയിൻ്റ് ഡിയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. നമ്മൾ പാരലൽ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് പോയിൻ്റ് ഡിയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ ഫസ്റ്റ് സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്തു. സെറ്റ് സ്ക്വയറിനോട് ചാരിയിട്ട് എന്ത് ചെയ്യണം? സ്കെയിൽ പ്ലേസ് ചെയ്യണം. ഓക്കെ, സ്കെയിൽ പ്ലേസ് ചെയ്തിട്ട് സ്കെയിൽ ഫിക്സ് ചെയ്ത് പിടിച്ചിട്ട് സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്യണം. മൂവ് ചെയ്തിട്ട് ഏത് വരെ മൂവ് ചെയ്യണം? പോയിൻ്റ് ഡി എത്തുന്നവരെ മൂവ് ചെയ്യണം. ഓക്കെ, പോയിൻ്റ് ഡി എത്തുന്നവരെ മൂവ് ചെയ്യണം. പോയിൻ്റ് ഡി കറക്റ്റായിട്ട് എത്തിയതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ ഇവിടുന്ന് മാറ്റി വെക്കുക. സെറ്റ് സ്ക്വയർ ഫിക്സ് ചെയ്ത് പിടിക്കുക. സെറ്റ് സ്ക്വയർ ഫിക്സ് ചെയ്ത് പിടിച്ചിട്ട് ഈ പോയിൻ്റ് ഡിയിലൂടെ സെറ്റ് സ്ക്വയറിൻ്റെ മുകളിലൂടെ എഡ്ജിലൂടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലൈന് കിട്ടും. ഇങ്ങനെ വരച്ചിട്ട് കിട്ടുന്ന ഈ പോയിൻറ്റിനെ നിങ്ങൾ ഇ എന്നുള്ള ലെറ്റർ കൊണ്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ്ലി വരച്ച ലൈൻ എന്താണ്? എ ബി ആണ്. 8 സെൻറ്റിമീറ്റർ വരുന്ന ലൈന് എ ബി ആണ്. ഈ എ ബിയെ 2:3 എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 2:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ സി വരച്ചിട്ട് അതിന് 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇതിന് പാരലലായിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 2:3 എന്നുള്ള രീതിയിൽ ഡിവിഷൻ നടന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇതെല്ലാം ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആക്ച്വലി ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഈ നോട്ട്സ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഈ ഫിഗർ മാത്രമേ വരയ്ക്കേണ്ടുള്ളൂ. ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഡ്രോ 8 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് 2:3 റേഷ്യോയിലാണ് ഈ 8 സെൻറ്റിമീറ്റർ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ സി വരച്ചു. എ സിയുടെ ആംഗിൾ എത്രയായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ എ സിയുടെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഈ നോട്ട്സിൻ്റെ ആവശ്യമില്ല, നോട്ട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എ സിയുടെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി ടോട്ടൽ എ സി 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ആയിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സിയും ബിയും തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി സെറ്റ് സ്ക്വയറും സ്കെയിലും യൂസ് ചെയ്തിട്ട് പാരലൽ ലൈന് ഡിയിലൂടെ വരച്ചു.
ഓക്കെ, അങ്ങനെ വരച്ച സമയത്ത് നമുക്ക് എ ബിയിലൊരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ആ പോയിൻറ്റിനെ ഇ എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ എ ഇ ആൻഡ് ഇ ബി ആണ് നമ്മുടെ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഡിവിഷൻ. 2:3 ഡിവൈഡ് ചെയ്താൽ അതിൽ 2 റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? എ ഇ ആണ്. 3 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇ ബി ആണ്.